ലെവൽ വരെ ഫസ്റ്റ് സെക്കൻഡ് തേർഡ്, അത് ഫസ്റ്റ് സ്റ്റാർ സെക്കൻഡ് സ്റ്റാർ തേർഡ് സ്റ്റാർ അങ്ങനെ 10th സ്റ്റാർ വരെ അപ്ഗ്രേഡ് ചെയ്യാനായിട്ടുള്ള ഒരു പ്രൊവിഷൻ കമ്പനി ഈ ഒരു കോമ്പൻസേഷൻ പ്ലാനിൽ, ഈ ഒരു ഇൻകം പ്ലാനിൽ തന്നിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ഐഡിയ ആണത്. എങ്ങനെയാണ് ഈ ഫസ്റ്റ് ലെവലും സെക്കൻഡ് ലെവലും തേർഡ് ലെവലും ഇങ്ങനെ ക്രിയേറ്റ് ആയിട്ട് വരുന്നത്? ഇപ്പൊ നോക്കൂ, ഇവിടെ പിക്ചറൈസ് ചെയ്തത് പ്രകാരം നമ്മുടെ ഫസ്റ്റ് ലെവലാണ് ഇത്. 10 പേര് അവിടെ ഉണ്ട്. എങ്ങനെയാണ് ഈ 10 പേര് ഇവിടെ വന്നത്? ഈ 10 പേരെ നമ്മൾ നേരിട്ട് സ്പോൺസർ ചെയ്തതാണ്, നേരിട്ട് ബിസിനസ്സിലേക്ക് കൊണ്ടുവന്നതാണ്. ഇവരെ ജോയിൻ ചെയ്യിപ്പിച്ചിട്ടുണ്ടാവുക ലെഫ്റ്റ് ടീമിലും റൈറ്റ് ടീമിലൊക്കെയാണ്. അവർ ആ ബിസിനസ് ചെയ്യുമ്പോൾ നമുക്ക് മാച്ചിങ് കമ്മീഷൻ കിട്ടിക്കൊണ്ടിരിക്കും. പക്ഷേ ലെവൽ അപ്ഗ്രേഡ് ബോണസ് നമുക്ക് കിട്ടാനായിട്ട് ഈ നമ്മൾ എത്ര പേരെ ജോയിൻ ചെയ്യിപ്പിച്ചിട്ടുണ്ടോ അവരൊക്കെ നമ്മുടെ ഫസ്റ്റ് ലെവലിൽ അങ്ങനെ 1, 2, 3 അങ്ങനെ നിരന്ന് ഫസ്റ്റ് ലെവലിൽ നിൽക്കും. ഫസ്റ്റ് സ്റ്റാർ അപ്ഗ്രേഡ് ചെയ്യാനായിട്ട് നമുക്ക് 500 രൂപ മുടക്കേണ്ടതുണ്ട്. ഇത് കമ്പനിക്ക് വെറുതെ കൊടുക്കുന്ന പൈസയാണ് 500 രൂപ ഫസ്റ്റ് ലെവൽ അപ്ഗ്രേഡ് ചെയ്യാൻ, ഫസ്റ്റ് സ്റ്റാർ അപ്ഗ്രേഡ് ചെയ്യാൻ. നമ്മൾ സപ്പോസ് 500 രൂപ മുടക്കിയിട്ട് ഫസ്റ്റ് സ്റ്റാർ അപ്ഗ്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും ആ 500 രൂപ നമ്മുടെ റീചാർജ് വാലറ്റിലേക്ക് കമ്പനി ഡെപ്പോസിറ്റ് ചെയ്തു തരും. അവിടെ റീചാർജ് ചെയ്യുമ്പോൾ 2% നമുക്ക് റെഡീം ചെയ്തെടുക്കാൻ സാധിക്കുന്നുണ്ട്. അതായത് പൂർണ്ണമായിട്ടും നമ്മൾ ഈ ലെവൽ അപ്ഗ്രേഡ് ചെയ്യാൻ ഉപയോഗിച്ച മുടക്കിയ 500 രൂപ നമുക്ക് ക്യാഷ് ബാക്ക് എടുക്കാൻ സാധിക്കുന്നുണ്ട്. ആ 500 രൂപ പൂർണ്ണമായിട്ടും നമ്മൾ ഷോപ്പിംഗ് വാലറ്റിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്ത് തരുന്നുണ്ട്. ഒരു 500 രൂപ കൂടി ആഡ് ചെയ്തിട്ട് 1000 രൂപയുടെ പ്രൊഡക്റ്റ് നമുക്ക് എടുക്കാൻ സാധിക്കുന്നുണ്ട്. സോ 500 രൂപ കൊടുത്തിട്ട് സ്റ്റാർ അപ്ഗ്രേഡ് ചെയ്യുന്ന ഒരാൾക്ക് 1000 രൂപയുടെ ബെനിഫിറ്റ് കിട്ടുന്നുണ്ട്. സെക്കൻഡ് തേർഡ് ഒക്കെ ഇതിനെ മൾട്ടിപ്ലൈ ചെയ്ത് പോകുന്ന എമൗണ്ട് ആണ്. സെക്കൻഡ് സ്റ്റാർ അപ്ഗ്രേഡ് ചെയ്യാനായിട്ട് 1000 രൂപ വേണം. ദെൻ തേർഡ് 1500 രൂപ വേണം, 2000 വേണം, 2500 വേണം, അങ്ങനെ 5000 രൂപ വരെയാണ് ഈ 10 സ്റ്റാർ അപ്ഗ്രേഡ് ചെയ്യാനായിട്ട് നമുക്ക് മുടക്കേണ്ടത്. ഇനി ഈ ഒരു സംഗതി നമ്മൾ പ്രൊമോട്ട് ചെയ്ത് കഴിഞ്ഞാൽ, നമ്മുടെ ഗ്രൂപ്പിൽ ടീമിൽ പ്രൊമോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏത് രീതിയിൽ നമുക്ക് വരുമാനം കിട്ടും നമുക്ക് നോക്കാവുന്നതാണ്. ഇപ്പൊ ഫസ്റ്റ് ലെവലിൽ 10 പേര് നമ്മൾ ഇവിടെ കാണിച്ചിട്ടുണ്ട് ഉദാഹരണമായിട്ട്. അതിൽ ഒരാള് നമ്മൾ ചെയ്തതുപോലെ ഫസ്റ്റ് സ്റ്റാർ അപ്ഗ്രേഡ് ചെയ്തു. ഒരു ടെൻഷനും വേണ്ട, ആര് സ്റ്റാർ അപ്ഗ്രേഡ് ചെയ്തു, എത്ര സംഖ്യ മുടക്കിയോ അതിന് ഇരട്ടി അവർക്ക് കിട്ടിയിട്ടുണ്ടാവും. അതിനെക്കുറിച്ച് നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇവിടെ അങ്ങനെ ഒരാൾ ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹം 500 രൂപ മുടക്കിയിട്ട് ഫസ്റ്റ് സ്റ്റാർ അപ്ഗ്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും ആ 500 രൂപ നമുക്ക് നമ്മുടെ ഫസ്റ്റ് ലെവലിൽ നിന്നുള്ള ലെവൽ അപ്ഗ്രേഡ് ബോണസ് ആയിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. 10 പേരും ഫസ്റ്റ് സ്റ്റാർ അപ്ഗ്രേഡ് ചെയ്താലോ 10 പേരിൽ നിന്ന് സംഖ്യ കിട്ടും. ദാറ്റ് ഈസ് 500 × 10 5000 രൂപ നമുക്ക് ഈ എക്സാമ്പിൾ പ്രകാരം നമുക്ക് ഫസ്റ്റ് ലെവലിൽ ലെവൽ അപ്ഗ്രേഡ് ബോണസ് ആയിട്ട് കിട്ടും. ഇനി ഈ ഫസ്റ്റ് ലെവലിലെ ആൾക്കാർ, അവർ കൊണ്ടുവരുന്ന ആൾക്കാർ നമ്മുടെ സെക്കൻഡ് ലെവലിലാണ് കേട്ടോ. അത് അവർ കൊണ്ടുവരുന്നതാണ്. ഫസ്റ്റ് ലെവലിൽ ഉള്ള ആൾക്കാർ കൊണ്ടുവരുമ്പോൾ നമ്മുടെ സെക്കൻഡ് ലെവലായിട്ടാണ് ആ ആളുകൾ പ്ലേസ്ഡ് ആവുക. സോ ഈ 10 പേര് 10 പേര് ഉദാഹരണമാണ്, എണ്ണം കൂടാൻ കുറയാം. ഒരു 10 പേരെ കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെയാണ് സെക്കൻഡ് ലെവലിൽ 100 പേരുണ്ട്. സെക്കൻഡ് സ്റ്റാർ അപ്ഗ്രേഡ് ചെയ്യേണ്ട 1000 രൂപയാണ്. അതിന്റെ എക്സ്പ്ലനേഷൻ ഒന്നും ഇനി പറയേണ്ട ആവശ്യമില്ല. 1000 മുടക്കിയവർക്ക് 2000 തിരിച്ചു കിട്ടിക്കോളും. ഇവിടെ ഒരാൾ പോലും 5 പൈസ പോലും ലൂസറായിട്ട് മാറുന്നില്ല. ആ 100 പേരിൽ ഒരാള് 1000 കൊടുത്തിട്ട് സെക്കൻഡ് സ്റ്റാർ അപ്ഗ്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ, ഫസ്റ്റ് കഴിഞ്ഞിട്ട് സെക്കൻഡ് ചെയ്യുക. ഫസ്റ്റ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ലെവലിലുള്ള ആൾക്കാർക്ക് 500 ആരാണ് അദ്ദേഹത്തെ കൊണ്ടുവന്നത് അത് കിട്ടും. നമ്മുടെ സെക്കൻഡ് ലെവലിലെ ഒരാളുടെ സെക്കൻഡ് സ്റ്റാർ അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ ആ 1000 രൂപ പൂർണ്ണമായിട്ട് നമുക്കാ കിട്ടുന്നത്. 100 പേരും അത് ചെയ്താലോ 1,00,000 രൂപ നമുക്ക് കിട്ടാനുള്ള ചാൻസ് ആണ് അവിടെ ഉള്ളത്. സെക്കൻഡ് ലെവലിലെ 100 പേര് ഒരു 10 പേരെ കൊണ്ടുവന്നാൽ തേർഡ് ലെവലിൽ 1000 പേരുണ്ട്. 1500 രൂപയാണ് തേർഡ് ലെവൽ അപ്ഗ്രേഡ് ചെയ്യാനായിട്ട്. ഒരാളിൽ നമുക്ക് 1500 രൂപ കിട്ടും. ടോട്ടൽ അവിടെ 15 ലക്ഷം രൂപ വരെ കിട്ടാനുള്ള ചാൻസ് ആണുള്ളത്. ഞാൻ ഒരു ലെവലും കൂടി ഒന്ന് ഇങ്ങനെ കാണിക്കുകയാണ്. അത് കേൾക്കാനും കാണാനുള്ള ക്ഷമ, ഒരു കോമൺ സെൻസ് നമ്മൾ കാണിക്കേണ്ടതുണ്ട്. ആ 1000 പേര് 10 പേരെ കൊണ്ടുവന്നു മൂന്നാമത്തെ ലെവലിൽ നിന്ന്. അങ്ങനെ 4ാമത്തെ ലെവലിൽ അവിടെ 10000 പേരുണ്ടായിരിക്കും. 2000 രൂപയാണ് ഫോർത്ത് സ്റ്റാർ അപ്ഗ്രേഡ് ചെയ്യാനുള്ളത്. ഒരാളിൽ നമുക്ക് 2000 രൂപ നമുക്ക് കിട്ടാനുള്ള ചാൻസ് ആണ് അവിടെ ഉള്ളത്. തീർച്ചയായിട്ടും ഒരാൾ അങ്ങനെ അപ്ഗ്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നുണ്ട്. 10000 പേര് ചെയ്താലോ 2000 × 10,000 എന്ന് പറഞ്ഞാൽ 2 കോടി രൂപയായിട്ട് മാറി. മടി ഫ്രണ്ട്സ്, എനിക്കൊരു കാര്യം ഓർമ്മിപ്പിക്കാനുള്ളത്, ഈ ആയിരങ്ങളും ലക്ഷങ്ങളും കോടികളും പറയുമ്പോൾ നമുക്ക് ഒരിക്കലും പരിഭ്രമത്തിന്റെ ആവശ്യമില്ല. 4ാമത്തെ ലെവലിൽ 10000 പേർക്ക് പകരം 10 പേരെ ഉള്ളൂ എന്ന് വിചാരിക്കുക. അങ്ങനെ 2000 × 10 20,000 രൂപ മാത്രമേ നമുക്ക് കിട്ടുന്നുള്ളൂ. ഇങ്ങനെ ഇത് 10 ലെവൽ വരെ ഇറങ്ങിപ്പോയാലോ. സോ മാക്സിമം ആളുകളെ നമുക്ക് ഡയറക്റ്റ് സ്പോൺസർ ചെയ്ത് കഴിഞ്ഞാൽ മാക്സിമം ഇൻകം നമുക്ക് ഏൺ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. സച്ച് എ ഫാന്റാസ്റ്റിക് ഇൻകം പ്ലാൻ. ആൻഡ് ഏത് പ്രോഡക്റ്റ്